വെൽക്കം സ്റ്റുഡൻസ്. സ്പെക്ട്രോസ്കോപ്പിയുടെ ഫോർത്ത് ലെക്ചറാണ്. ഇന്നത്തെ ടോപ്പിക് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. ഈ ഒരു ടോപ്പിക് വളരെ വിശദമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഔട്ട്ലൈൻ ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1900-ലാണ് ക്വാണ്ടം തിയറി ഒറിജിനേറ്റ് ചെയ്തത്. മാക്സ് പ്ലാങ്ക് പുട്ട് ഫോർവേഡ് ഹിസ് അസംഷൻസ്. അതായത് എനർജി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് ഒരു കണ്ടിന്യൂസ് മാനറിലല്ല, മറിച്ച് ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റിലാണ്. ആ ഒരു പാക്കറ്റായിട്ടാണ്. അതിനെ നമ്മൾ ക്വാണ്ട എന്ന് പറയുന്നു. പ്ലാങ്ക്സിൻ്റെ ഹൈപ്പോത്തിസിസ് ഇതായിരുന്നു: റേഡിയേഷൻ ഈസ് നോട്ട് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ ബട്ട് ആസ് എ ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓർ ക്വാണ്ട ഓഫ് എനർജി. ആ ക്വാണ്ടം ഓഫ് എനർജി അതിനെ നമ്മൾ ഫോട്ടോൺ എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ഫോട്ടോൺ ഹാസ് എനർജി ഈസ് ഈക്വൽ ടു h nu, where nu is the frequency of radiation and h is the Planck's constant, that is 6.626 into 10 to the power minus 34 joules. അതായത് E is equal to h nu എന്ന് പറയുന്നു. ഒരു ബോഡി അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ക്വാണ്ടം ആയിരിക്കും. അതായത് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ് ഒരു ഫോട്ടോണിൻ്റെ എനർജി. അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും. അതായത് ഈസ് ഈക്വൽ ടു എൻ എച്ച് ന്യൂ എന്ന് പറയാം. അതായത് എൻ ഈസ് ഈക്വൽ ടു 1 2 3, ദാറ്റ് ഈസ് 1 എച്ച് ന്യൂ, 2 എച്ച് ന്യൂ, 3 എച്ച് ന്യൂ. അങ്ങനെ ഡിസ്ക്രീറ്റ് പാക്കറ്റായിട്ട്, ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആയിട്ടായിരിക്കും എനർജി എമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത്. സോ ഒരു ഫോട്ടോണിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? It is a discrete bundle or quantum of electromagnetic energy which is never found at rest and travel with the speed of light in vacuum. ഈ ക്വാണ്ടം തിയറി കൊണ്ട് നമുക്ക് പല എക്സ്പെരിമെൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, പല ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, കോംപ്റ്റൺ എഫക്റ്റ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. The collection of results from the years 1900 to 1925, which includes the Planck's quantum hypothesis together with extensions by Bohr and Einstein, is termed as the old quantum theory. നമുക്കറിയാലോ, ഈ ക്വാണ്ടം തിയറി ആദ്യമായിട്ട് അതിനെപ്പറ്റി ഒരു അസംഷൻ കൊണ്ടുവന്നത് മാക്സ് പ്ലാങ്ക് ആണ്. പിന്നീട് അതായത് സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് നീൽസ് ബോർ ആണ്. അതുമാത്രമല്ല, ഒരു ഫോട്ടോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തത് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ ഇവരുടെ ഈ തിയറീസിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഓൾഡ് ക്വാണ്ടം തിയറി എന്നാണ് പറയുന്നത്. ഈ ഒരു ക്വാണ്ടം തിയറിക്ക് കുറച്ച് ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തതാണ്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ദി ഹൈഡ്രജൻ മോളിക്യൂൾ, ദ ഹീലിയം ആറ്റം ആൻഡ് മോർ കോംപ്ലക്സ് ആറ്റംസ്. രണ്ടാമത്തേത്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഇലക്ട്രോൺ സ്പിൻ ആൻഡ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി റിലേറ്റീവ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ദി സ്പെക്ട്രൽ ലൈൻസ്. ഇറ്റ് കുഡ് നോട്ട് പ്രൊവൈഡ് ദി ഫിസിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ബോർസ് ക്വാണ്ടൈസേഷൻ റൂൾസ്. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളുടെ വളരെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് കമ്മിങ്സ് ഒക്കെ നമ്മൾ എടുത്തത്, അതായത് ഇതിനെയൊക്കെ മറികടന്നത് പിന്നീട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഡ്യുവൽ നേച്ചർ അല്ലെങ്കിൽ ഡ്യുവൽ ക്യാരക്ടർ ഉണ്ട് എന്നുള്ള ഒരു ബേസിസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്താരാണ്? ഡി ബ്രോഗ്ലിയാണ്. ഇൻ 1925 നമുക്കറിയാം, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ രണ്ട് ക്യാരക്ടറാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് വരുന്നത്. ഒന്ന് പാർട്ടിക്കിൾ നേച്ചർ വരും, മറ്റൊന്ന് വേവ് നേച്ചർ വരും. പാർട്ടിക്കിൾ നേച്ചർ വെച്ച് ചില ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ പോലുള്ള ഫിനോമിനാസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലൈറ്റിൻ്റെ വേവ് നേച്ചർ തന്നെ വേണം. സോ ഇത് വെച്ചിട്ടാണ് ഈ ഒരു ഷോർട്ട് കമ്മിങ്സ് ഒക്കെ നമ്മൾ മറികടന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.